ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കണം. അപ്പം ഇന്ന് ഞാൻ ഒരു റമദാൻ വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതുപോലെ ബ്രെഡ് റോളിൻ്റെയും റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതാ ഇന്ന് ലെഗ് വെച്ചിട്ടാണ് കേട്ടോ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്കിന്നോട് കൂടിയിട്ടാണല്ലോ ഫ്രോസൺ ആയിട്ട് വരിക. സ്കിന്നത് റിമൂവ് ചെയ്യണം. ഇത് വേഗം കിട്ടും. ചിലത് ഭയങ്കര ഉറപ്പാണ്, അത് കിട്ടാൻ ഭയങ്കര പണി. ഇന്നിവിടെ 24ാമത്തെ നോമ്പാണ്. മാഷാ അല്ലാഹ്. എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ പോകണു? ഇത് പെട്ടെന്ന് പോകുന്നു. ഇനി ഏറിപ്പോയാൽ ഒരു 5 നോമ്പോ 6 നോമ്പോ ഒക്കെ നമ്മുടെ മുന്നിലുള്ളൂ. അത് കഴിഞ്ഞ റമദാൻ നമ്മളോട് വിട പറയും. ഇതങ്ങനെ കിട്ടാതെ നോക്കലില്ല, ഭയങ്കര പണി. മന്തി ഉണ്ടാക്കുന്ന നമ്മൾ സ്കിന്നോട് കൂടി ഉണ്ടാക്കി തീരെ ഇഷ്ടമില്ല. ഈ സ്കിന്നോട് കൂടിയുള്ള ചിക്കന് ഇത് കഴിക്കാൻ സ്കിന്ന് മാറ്റിയിട്ട് ഞാൻ പിന്നെ കഴിക്കും. ഷോപ്പിലൊക്കെ പോയി മന്തി മേടിക്കുമ്പോൾ സ്കിന്ന് ഉണ്ടാവുന്നില്ല. എനിക്ക് ആ സ്കിന്നോട് കൂടി കഴിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ചിലർക്ക് സ്കിന്ന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പക്ഷേ സ്കിന്ന് ഇഷ്ടമല്ല. മൊത്തം 6 ലെഗായിട്ടുള്ളത്. അതിൽ ഫ്രൈഡ് റൈസൊക്കെ വേണം, ചില്ലി ചിക്കനും വേണം. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് ചിക്കൻ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കാൻ വിചാരിച്ച്. കാരണം വലുതാകുമ്പോൾ വേവാനും ഒരുപാട് പണിയാണ്. ഇങ്ങനെ 2 ലെഗാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ലെഗൊക്കെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 ലെഗ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇത് ഫ്രൈഡ് റൈസൊക്കെ എടുക്കാൻ വിചാരിച്ചു. മറ്റേത് ചില്ലി ചിക്കനുള്ളത് കായം വെക്കണം. അപ്പം ഞാൻ ചില്ലി ചിക്കനുള്ള പീസൊന്ന് ആദ്യം മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇത് രണ്ടും ഞാൻ ഫ്രൈഡ് റൈസൊക്കെ മാറ്റിക്കണം. ഇത് നമ്മളെ ഫ്രൈഡ് റൈസൊക്കെയുള്ള ചിക്കനാണ്. ശരിക്കും ഫ്രൈഡ് റൈസൊക്കെ ബ്രസ്റ്റ് പീസാണ് വേണ്ടിയത്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ബ്രസ്റ്റ് പീസ് ഇല്ല. അപ്പം ഉള്ളത് വെച്ചിട്ടുണ്ട് തട്ടിക്കൂട്ടാൻ വിചാരിച്ച്. അപ്പോൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടി കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട്. ഇതിപ്പോൾ അങ്ങനെ പറ്റൂല, വേവിക്കാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പം ഒരു പെപ്പർ പൗഡറും സോൾട്ടും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റിയാൽ മതി. ഇന്നലെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് ലേശം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യണം. ഒരു 1.5 ഒക്കെ സോയാ സോസ് ആഡ് ചെയ്യാം. പിന്നെ ഒരു മാഗി ക്യൂബ്, ഒന്നിൻ്റെ പകുതി മാത്രം ചേർത്ത്, അതായത് 2 ഉണ്ടാവുള്ളൂ ഒരു പാക്കിൽ. അതിലൊന്ന് മാത്രം ചേർത്താൽ മതി. മാത്രം സോൾട്ട്, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് കോൺഫ്ലോർ. നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. കുറച്ച് മാത്രം മതി കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസും തട്ടിക്കൂട്ട് ചില്ലി ചിക്കനാണ് കേട്ടോ. കാരണം ഒരുപാട് പച്ചക്കറീസൊന്നും എൻ്റെ കയ്യിലില്ല. സ്പ്രിംഗ് ഓണിയൻ ഒന്നും ഇല്ല. അതൊക്കെ വേണം ശരിക്കും ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ.
ഇത് എല്ലാത്തിലോട്ടുള്ള ഉള്ളിയാണ് കേട്ടോ. ചില്ലി ചിക്കന് 2 എണ്ണം, നമ്മുടെ സ്നാക്കിന് 2 എണ്ണം, ഫ്രൈഡ് റൈസിന് ഒറ്റ എണ്ണം മതി. ഫ്രൈഡ് റൈസിന് ഒറ്റ ഉള്ളി മാത്രമേ ഞാൻ എടുക്കണുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ കുറച്ച് പ്രോൺസും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് മിക്സഡ് ഫ്രൈഡ് റൈസ് ആക്കാമെന്ന്. കാരണം പച്ചക്കറികളും കയ്യിലുള്ളത് കുറവാണ്, സ്പ്രിംഗ് ഓണിയനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചിക്കനും എഗ്ഗും പ്രോൺസും ക്യാരറ്റും ക്യാപ്സിക്കം ഒണിയനും അങ്ങനെയൊക്കെ കൂടി ഇട്ടിട്ടുള്ളത് തട്ടിക്കൂടെ ഫ്രൈഡ് റൈസ് ആക്കാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാത്തിലോട്ടുള്ള ഉള്ളിൻ്റെ ഒക്കെ തൊലി കളഞ്ഞ് മാറ്റി വെക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ റമദാനൊക്കെ എങ്ങനെ പോകണമെന്നതൊക്കെ കമൻറ്റ് ചെയ്യാം. സ്നാക്സ് ഉണ്ടാക്കലുണ്ടോ, എന്തൊക്കെ സ്നാക്സാണ്, പുതിയ പുതിയ റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ കുറച്ച് ഗാർലിക്കും ഗ്രീൻ ചില്ലി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ഓയിൽ ആക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഞാൻ തൊളിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പം അതിലോട്ടും വേണം. ചില്ലി ചിക്കനൊന്നും അല്ല ഉണ്ടാക്കുന്നത്, പക്ഷേ ചില്ലി ചിക്കൻ പോലത്തെ ഒരു ഗ്രേവി, നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റി ആയിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഉണ്ടാക്കുന്ന എന്ത് പേരാണ് ആവാമെന്ന് അറിയില്ല കേട്ടോ. ചില്ലി ചിക്കൻ്റെ ഇതൊന്നും ഞാൻ എൻ്റേതായ ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്ത് എൻ്റെ വീട്ടിലെ നോമ്പിന് 30 ദിവസം പത്തിരി തന്നെ വേണം നിർബന്ധം. കാരണം വല്യമ്മ ഉള്ളതുകൊണ്ട് വല്യമ്മക്ക് പത്തിരി തന്നെ വേണം. അപ്പം നമുക്ക് ആ സമയത്തൊക്കെ എന്താ പറയുക, ചോറും പുട്ടൊക്കെ തിന്നാൻ ഭയങ്കര ബോധ്യമാണ്. പക്ഷേ ഇവിടെ ഞാൻ എത്തിയപ്പം ഞാനും അധിക ദിവസം പത്തിരി തന്നെ ഉണ്ടാക്കൽ. പക്ഷേ എനിക്ക് പുട്ടൊന്നും ഇവിടെ എത്തിയപ്പോൾ തിന്നാൻ പറ്റും. എൻ്റെ വീട്ടിൽ ഡെയിലി പത്തിരിയാകുമ്പോൾ ഒരു ദിവസം പുട്ടുണ്ടെങ്കിലെന്ന് വിചാരിക്കലുണ്ട്. പക്ഷേ പുട്ടുണ്ടാക്കിയപ്പോഴേക്ക് പുട്ടൊന്നും കഴിക്കാൻ പറ്റുന്നേ ഇല്ല. നമുക്ക് സത്യം പറഞ്ഞാൽ പത്തിരി ചോറ് ഐറ്റംസൊക്കെ പിന്നെയും കുഴപ്പമില്ല, പുട്ടൊന്നും തിരെ തിന്നാൻ പറ്റണില്ല. പിന്നെ പോലെ ഉള്ളവരൊക്കെ അങ്ങനെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അപ്പോൾ ഇതാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളിയും ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കില്ല കേട്ടോ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതാ കുറച്ച് പ്രോൺസ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഓരോന്ന് ഇട്ടാൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ബിരിയാണിയിലൊക്കെ ഉള്ള പോലെ വെക്കില്ല. ഇപ്പം ചെറുതാക്കി ക്യാരറ്റിൻ്റെ ഒക്കെ വലുപ്പത്തിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുക. കാരണം കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ പ്രോൺസിന്. അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം തന്നെ അത് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ എത്ര ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലും എനിക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഞാൻ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയാലും എനിക്ക് കിട്ടലില്ല. അതെന്തുകൊണ്ടാണ് ഇനി കൂടുതൽ വേറെ ഐറ്റംസൊക്കെ ചേർക്കുന്നുണ്ടാവും. ഞാൻ എത്ര ട്രൈ ചെയ്താലും ആ ഒരു ടേസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഈ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ഞാൻ എവിടെ പോയാലും ഇതാണ് കഴിക്കുക. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയാലും എനിക്ക് ആ ഒരു ടേസ്റ്റ് വരുന്നേ ഇല്ല. ഞാൻ ഒരുപാട് ഇൻസ്റ്റയിൽ കണ്ടിക്കണേ ആദ്യം ചോറ് നമ്മൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കണത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് റൈസ് തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയതൊക്കെ. പക്ഷെ കുഴപ്പമില്ല, എന്നാലും നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു അവിടുത്തെ കഴിക്കുന്ന പ്രത്യേക ഒരു ടേസ്റ്റ്, കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ പച്ചക്കറികളെ ചേർത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ക്യാരറ്റ് ചേർത്ത്, ക്യാപ്സിക്കം ചേർത്ത്, ഉള്ളിയൊക്കെ ചേർത്ത്, പിന്നെ ഒരു മുട്ട എൻ്റെ കയ്യിൽ ഉള്ളിയിരുന്നു. അപ്പോൾ ഞാൻ ഒരു മുട്ട മാത്രം ഒന്ന് ജസ്റ്റ് ചിക്കി കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റില്ല. അപ്പം ഒരുപാട് ഇൻസ്റ്റാ പേജസിലൊക്കെ ഞാൻ കണ്ടിരിക്കണേ പലരും ഉണ്ടാക്കണം. ഞാൻ ആദ്യം വെളുത്തുള്ളി ഒന്നും ചേർക്കലില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരത് കണ്ടിട്ടാണ് ഇപ്പോൾ വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് നോക്കിയത്. പക്ഷേ ചേർക്കുമ്പോൾ വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഞാനത് ആ കുരുമുളക് ഉപ്പിട്ട് വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെജീസും ഇത് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതിലോട്ട് നമുക്ക് ബീൻസ് ചേർക്കുക, ക്യാബേജ് ചേർക്കുക, പിന്നെന്താണ് സ്പ്രിംഗ് ഓണിയൻ പിന്നെ ലാസ്റ്റ് നമ്മൾ ഡെക്കറേഷൻ്റെ സമയത്ത് മാത്രമേ ചേർക്കുള്ളൂ. അങ്ങനെ നമുക്കുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ മാഗി ക്യൂബിൻ്റെ ഒരു കട്ട് ചേർക്കുന്നുണ്ട്. ഒന്നിലുള്ള 2 പീസും ചേർക്കുന്നു, ഒറ്റ പീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഈ മാഗി ക്യൂബൊക്കെ അതിന് ടേസ്റ്റ് തോന്നുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ അവർ ചേർക്കുന്നുണ്ടായിരിക്കും, ആ ഒരു ഫ്ലേവർ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ കിട്ടലില്ല. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ അവർ തരുന്നത് ശ്രദ്ധിച്ച കാര്യം, അവർ ഫ്രൈഡ് റൈസ് എപ്പോഴും നല്ല വൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അവർ വൈറ്റ് പെപ്പറായിരിക്കും ചേർക്കുന്നുണ്ടാവുക. ഞാനിപ്പോൾ നമ്മളെ കയ്യിൽ സാധാ ബ്ലാക്ക് പെപ്പറല്ലേ ഉള്ളൂ, ഞാനത് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർ ആഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓരോ വീഡിയോസിൽ കണ്ടിട്ട് ട്രൈ ചെയ്യുന്നതാണ്. റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ അവരെ സീക്രട്ട് റെസിപ്പി ഒന്നും നമുക്ക് ഷെയർ ചെയ്ത് തരുമല്ലോ. നമ്മൾ ആ കഴിച്ചിട്ട് കിട്ടുന്ന ആ ടേസ്റ്റിൽ ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ തലേന്ന് രാത്രി തന്നെ റൈസ് ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു ഗുണം തോന്നി. നമ്മൾ
നമുക്ക് ഫ്രൈഡ് റൈസിന് കറക്റ്റ് അതിൽ കിട്ടുന്നുണ്ട്. മറ്റേത് നമ്മൾ ചിലപ്പോൾ അരി ചൂടോടുകൂടി നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ ആയുമോ, ഇത് തണുത്ത ചോറല്ലേ, അപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്ത് അരി പൊട്ടില്ല, നല്ലൊരു കാണാനൊരു ഫ്രൈഡ് റൈസിൻ്റെ ലുക്ക് ഉണ്ടായിരുന്നു. ടേസ്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് ഇല്ലെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ കാണാൻ ആ ഒരു ലുക്ക് ഉണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഞാൻ വിചാരിച്ചു ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വിചാരിച്ച്. ചില്ലി ചിക്കനുള്ള ചിക്കൻ ഞാൻ ആദ്യം തന്നെ അവിടെ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതും സൺഫ്ലവർ ഓയിലിൽ വേണം ചെയ്യാൻ കേട്ടോ. ഇനി വെളിച്ചെണ്ണയിൽ ചെയ്ത് ഇപ്പം വെളുത്തിൻ്റെ ടേസ്റ്റും ഇതും തമ്മിൽ ആണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതായിരിക്കും സൺഫ്ലവർ ഓയിൽ നമ്മൾ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതേ മെത്തേഡ് ഫോളോ ചെയ്യാമല്ലോ. മറ്റു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത് നോക്കിയാലായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക. ഇത് കായം തേക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ സോയാ സോസ്, കോൺഫ്ലോർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, സോൾട്ട്, പിന്നെ അത്രയും ഐറ്റംസ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഫ്രൈ ചെയ്ത ആ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഗാർലിക്കും ജിഞ്ചറും കുഞ്ഞായിട്ട് അരിഞ്ഞതിൽ പേസ്റ്റല്ല ചേർക്കുക. നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം പച്ചമുളക് ഇതുപോലെയാണ് ഞാൻ കട്ടെടുത്ത്. പച്ചമുളക് എങ്ങനെ അറിഞ്ഞാലും ടേസ്റ്റ് ഒന്ന് തന്നെ ആയിരിക്കും, എരിവിനല്ല നമ്മൾ ചേർക്കുന്നത്. ഞാൻ 3 പച്ചമുളക് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ 2 സവാള അങ്ങനെ സ്ക്വയറിൽ കട്ട് ചെയ്ത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾക്ക് ഗ്രേവി നമ്മളെ പൊറാട്ടൻ്റെ കൂടെയും അതുപോലെ നല്ല പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആണ് അധികം ചേർത്തിട്ടുള്ളത്. വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. വീഡിയോ കണ്ടാലറിയാം. ഞാൻ വോയിസ് പിന്നെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. കുറച്ച് ഗരം മസാലയും ചേർത്ത് തോന്നുന്നു. അപ്പം കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, കാശ്മീരി പൊടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കാശ്മീരി പൊടി യൂസ് ചെയ്യണം. കാരണം ഇൻ്റെത് മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് കൂടിപ്പോയി. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ചോറ് അത്ര എരിവില്ലാത്ത സംഭവം ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്തണം. അത് കാണിച്ചില്ലേ? കാണിച്ചണം. പിന്നെ കുറച്ച് ക്യാപ്സിക്കം. എനിക്ക് ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ പച്ചയിൽ കഴിക്കാനല്ല, നല്ല വേവണം, എന്നിട്ട് നമ്മളിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അതേപോലെ എൻ്റെ അമ്മ ഈ ക്യാപ്സിക്കം വെച്ചിട്ട് ഒരു വറുത്തരച്ചൊരു ഗ്രേവി ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നമ്മൾ വിഷയത്തിന് തെന്നി മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇത് എനിക്ക് 2 ദിവസത്തിനുണ്ടായിരുന്നു കേട്ടോ ഈ കറി. ഞങ്ങൾ 2 പേരിലുള്ള കഴിച്ചിട്ട് ഒരു ദിവസം എത്ര വെച്ചിട്ട് ഒരാൾ കഴിക്കുക. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കുറച്ച് കറി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ, ഈ കറി തീർത്ത്. അങ്ങനെ നിങ്ങൾക്ക് ഇനി റമദാൻ വ്ളോഗൊക്കെ ഇഷ്ടമാവുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻസും ഇല്ല, വ്യൂസും ഇല്ല. ഞാൻ വെറുതെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണേ, പോസ്റ്റ് ചെയ്യണം. പക്ഷെ എന്നാലും നമുക്ക് പിന്നെ കാണുമ്പോൾ ഒരു രസമാണ്. നമ്മൾ ഓരോ എഫേർട്ടും എപ്പോഴെങ്കിലൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണല്ലോ. ഇതൊക്കെ കുക്കിംഗ് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, കുറേ പാത്രം കഴുകാനുണ്ടാവും. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കണ പോലെയല്ല, ഒരുപാട് സമയം വേണം. അത് വീഡിയോ എടുക്കുന്ന ഈ ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പം വ്യൂസ് ഇല്ലെങ്കിലും ഇത് എടുത്തിടുമ്പോൾ നമുക്ക് വെറുതെ അല്ല എന്നുള്ളൊരു തോന്നലാണ്. നമ്മുടെ ടൈം വെറുതെ കളയല്ലല്ലോ. കുക്ക് ചെയ്ത് അത് പിന്നെ വീഡിയോ ആയി കാണുമ്പോഴൊക്കെ നല്ല രസമാണ്. പിന്നെ കുറച്ച് നമ്മളെ കസൂരി മേത്തി ഉണ്ടല്ലോ, അത് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിക്കണം കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിന്. മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴും പച്ചക്കറി കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ ഈ ഒരു കസൂരി മേത്തി ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ചില്ലി ചിക്കൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കണേ. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കണം. എന്നിട്ട് ഞാൻ എന്താ പറയുക, എണീക്കാൻ കുറച്ച് ലേറ്റാവും റമദാൻ. കാരണം ഞാൻ ഉറങ്ങൽ തന്നെ അത്താഴം കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാനും മോനും അത്താഴം കഴിഞ്ഞിട്ടാണ് ഉറങ്ങൽ. അപ്പം നമ്മൾ എണീക്കാനൊരു കുറച്ച് സമയമാവും. പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വേഗം എന്തെങ്കിലുമൊക്കെ 2 സംഭവങ്ങളാക്കി വെക്കും. മറ്റതെല്ലാം കൂടി വൈകുന്നേരം ആക്കാൻ നിന്നാൽ കഴിഞ്ഞാൽ ചിലപ്പം ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ പണി കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ 2 ഇത് പിന്നെ ആക്കി വെക്കും, ആദ്യം തന്നെ ആക്കി വെക്കും. ഇതിപ്പം ചോറും കറിയൊക്കെ ആക്കി വെച്ച് പിന്നെ ലാസ്റ്റാണ് ഞാൻ സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ നിന്നത്. ഇന്നിപ്പോൾ ഞാൻ ബ്രെഡ് റോൾ ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ബ്രെഡ് ഉണ്ടായിരുന്നു, അപ്പം ബ്രെഡ് റോൾ ആക്കാൻ വിചാരിച്ചു. നമ്മൾ നോർമൽ റെസിപ്പി തന്നെയാണ്, ഫില്ലിങ്സ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസോ അങ്ങനെ എന്തെങ്കിലും ഷവർമൻ്റെ ഫില്ലിങ്സൊക്കെ ആക്കാം. ഞാനിപ്പോൾ നോർമൽ സമൂസൊക്കെ ഉണ്ടാക്കണ ആ ഒരു കൂട്ടന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യാരറ്റും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഇനി ക്യാപ്സിക്കും അതുപോലെ ചിക്കൻ്റെ പകരം പ്രോൺസ് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിന് ബ്രെഡ് റോൾക്ക്. ഞാനൊരു പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രോൺസ് ഉള്ളത് ഞാനിപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ തട്ടിയതുകൊണ്ട് തന്നെ ഇതിലോട്ടില്ല. ഇത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലൊക്കെയാണ്, പച്ചമുളകും അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
പിന്നെ കുറച്ച് മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്, ഗരം മസാല, പെപ്പർ പൗഡർ. ഈ 2 മസാലപ്പൊടികൾ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. വേറെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളെ എന്താ പറയുക ഫ്ലേവറിനനുസരിച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പുറത്തുനിന്ന് എസിൻ്റെ സൗണ്ടാണ് കേട്ടോ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്, ഒരു എന്താ പറയുക ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ടൊമാറ്റോ കെച്ചപ്പ് എല്ലാത്തിലും ചേർക്കുന്നത്. പലർക്കും പല ടേസ്റ്റാണല്ലോ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഐറ്റംസ് കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മൾ ബ്രെഡ് റോൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ ബ്രെഡ് ഡിപ്പ് ചെയ്യണത് പാലിലാണ്. എൻ്റെ കയ്യിൽ പാൽ സത്യം പറഞ്ഞ സാധനങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു തുടങ്ങിയപ്പോൾ വാങ്ങിയിട്ട് വേണം. അപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിലാണ് ഡിപ്പ് ചെയ്യണത്. വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ബ്രെഡ് നന്നായിട്ട് മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒട്ടും പാടില്ല. എന്നിട്ട് അതിൽ നമ്മൾ ഫില്ലിങ്സ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ബ്രെഡും ചെയ്തെടുക്കുക. ബ്രെഡിൻ്റെ 4 സൈഡും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ആ സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് റോൾ ചെയ്യുന്ന സമയത്ത് നല്ല ഉറപ്പായിരിക്കും, കറക്റ്റ് ഇതിൽ കിട്ടൂല. അതുകൊണ്ട് 4 സൈഡും കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് പൊടിച്ചെടുക്കും വേണം, കാരണം നമുക്കത് ഒന്ന് റോൾ ചെയ്തെടുക്കേണ്ട ലാസ്റ്റ്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൈദൻ്റെ സ്ലറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൈദ ഉപ്പും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ള. ഈ മൈദക്ക് പകരം നിങ്ങൾക്ക് എഗ്ഗ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് റോളിന് പകരം ഈ ബ്രെഡ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതേ മെത്തേഡ് തന്നെ. ബ്രെഡ് ലെയറിൽ വെച്ചിട്ട് അതിൻ്റെ നടുവിൽ ഫില്ലിങ്സ് വെക്കുക, പിന്നെയും ബ്രെഡ് വെക്കുക, മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് വെക്കുക, കൂട്ട് വെക്കുക, ലാസ്റ്റ് മുട്ട ബാക്കിയുള്ളത് ബാലൻസിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ് അതും. അങ്ങനെ ഇത് പിന്നെ നമ്മൾ മൈദൻ്റെ സ്ലറിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്നും ഇതാക്കി എടുക്കണം, കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ എല്ലാ ബ്രെഡും റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായി ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്ത സ്നാക്സിന് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള എണ്ണയിൽ പെട്ടെന്ന് കോരിയെടുക്കണം. മറ്റേ നമ്മൾ തീ കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എണ്ണ നല്ലോണം അതിന്മേൽ പിടിക്കും. അപ്പോൾ എണ്ണ പിടിക്കാതെക്കാൻ നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിൽ പെട്ടെന്ന് കോരിയിട്ട് പെട്ടെന്ന് വറുത്തെടുക്കണം. അതാണ് ഇതിൻ്റെ ഉള്ളൊരു. മറ്റേ നമ്മൾ ഒരുപാട് എണ്ണ ഉണ്ടാവും. ഈ ബ്രെഡ് ക്രംസ് പറഞ്ഞാൽ ബ്രെഡ് എന്ന് പറഞ്ഞാൽ തന്നെ എണ്ണ നല്ലോണം കുടിക്കുന്നൊരു സംഭവമാണ്. അപ്പം നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ. പിന്നെ ഒരുവിധം എല്ലാവരും വീട്ടിലിപ്പോൾ സ്നാക്സ് ഉണ്ടാക്കലുണ്ടാവും, ചില വീടുകൾ ഉണ്ടാക്കൂല. എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാക്കലില്ല. അറിഞ്ഞിമ്മ ഒന്നരാടം ആരും ഇല്ലല്ലോ, ഞങ്ങളെല്ലാവരും ഇവിടെയും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഈ പൊരിക്കടിനേക്കാളൊക്കെ നല്ലത് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നോമ്പെറുക്കുന്ന സമയത്ത് തന്നെ കഴിച്ചാൽ അത് നമുക്ക് നല്ലപോലെ തിന്നാൻ പറ്റും. ഇത് പൊരിക്കടിയൊക്കെ തിന്നതിന് സത്യം പറഞ്ഞാൽ വയറിനൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ ആവിയിൽ വേവിക്കണ ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഫ്രൈ ചെയ്തതിന് ബാങ്ക് കൊടുത്ത് ഇന്ന് മുസംബി ജ്യൂസ് തന്നെ ഞാൻ ഉണ്ടാക്കിയ ബ്രെഡ് റോൾ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഫ്രൈഡ് റൈസ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നുണ്ടാക്കിയത്. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഞാൻ സാധാരണ വെളുത്തുള്ളി ഗ്രീൻ ചില്ലി ഒന്നും ഞാൻ ചേർക്കലില്ല, അതൊക്കെ പ്രാവശ്യം ചേർത്തിക്കണേ. പിന്നെ ചോറ് ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ ഇതാക്കി. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.